ഞാൻ അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ മാക്സിമം എത്ര എത്തും, ഒരു ക്യാരക്ടർ ആക്ടിവിസ്റ്റായിട്ട് നിൽക്കും. ഇന്ന് ഞാൻ ചെയ്ത ഒരു കാര്യങ്ങൾ ചെയ്ത ഒരു ആക്ടറെ നിങ്ങൾ ഇന്ത്യയിൽ കാണിച്ചു തരാം. ലാലിന് ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ചെയ്തെടുക്കാൻ ഒരുത്തന്നെ ഇവിടെ ഉണ്ട്. ഇത് അവതരിപ്പിച്ചത് മോഹൻലാലാണ്. അമേരിക്കൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ലാൽ അത്രയ്ക്കധികം വന്ന് അതിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൊണ്ട് കാര്യത്തിൽ ഇല്ലെങ്കിലും മൊത്തം പ്രശ്നമാണ്. അതിവിടെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലി പറഞ്ഞ് കാണിക്കുകയും ചെയ്യും. ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ വൈഫ് സിനിമ കാണാത്ത ആകെ കണ്ടേക്കണ ഈ ഇടുക്കിക്കോട്ട് അവളുടെ മോൻ അഭിനയിച്ചുകൊണ്ട് അല്ലാതെ ഞാൻ അഭിനയിച്ചുകൊണ്ടൊന്നും കാണാൻ പോയി. ബബുടി ഇപ്പോഴും ആ രീതിയിൽ എന്നെ കാണുന്നത്. ഞാൻ പുള്ളിയോട് പറയാറുണ്ട്, ഭയങ്കര രാശിയാണ് ഞങ്ങൾ ചെയ്യുന്ന എല്ലാം സക്സസ് ആയിട്ട്. ശരിക്കും ലാല് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ഈ പറയുന്ന ഒന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ എന്നെ കാണുന്ന ഒരു നടനായിട്ട് മാത്രം. ഞാൻ നടൻ്റെ ഒരു പേര് എനിക്ക് നല്ലതാണ്, എന്നെ സെല്ല് ചെയ്യാൻ. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത എന്താ, നിങ്ങളുടെ സിറ്റുവേഷൻസാണ്. അതെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാണ്. ഞാൻ ഇന്നത് ചെയ്തില്ലെങ്കിൽ അവിടെ പ്രശ്നം, ഇന്നത് ചെയ്തില്ല. യു ഷുഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദാറ്റ്. യു ഷുഡ് ഫൈൻഡ് എ ടൈം മാനേജ്മെന്റ്. ഒരു നടൻ എന്നുള്ള ഒരു സ്റ്റാർഡം എപ്പോഴെങ്കിലും ഒരു പ്രിവിലേജ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു പ്രിവിലേജ് സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുമല്ലോ. 100% പർപ്പസ്ഫുള്ളി യൂസ് ചെയ്തിട്ടുണ്ടോ? പിന്നെന്താ, എല്ലാ പ്രാവശ്യവും ഞാൻ നടൻ എന്ന കാര്യത്തിലാണ് വിൽക്കുന്നത്. ഒരു ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ തൊട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലാത്ത എടുത്ത് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി തല കാണിക്കണേ. എന്നെ മറന്നു പോയിരിക്കാം, ഞാൻ നടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനാണ് വാല്യൂ. പ്രിവിലേജ് യൂസ് ചെയ്യാറുണ്ട്. വേറെ ഒന്നിനും ഒരു വാല്യൂ ഇല്ല. ഇതൊക്കെ അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ നടനാണെന്നൊരു സാധനം ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് വെക്കുകയും അതിന് ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ അതിന് റെമുറേറ്റീവായിട്ട് വെച്ച് ജോലി ചെയ്യുന്നത്. മറ്റെല്ലാം എൻ്റെ ഹോബിയാണ്. അവിടെ ഒന്നും എന്നെ ആരും വന്നിട്ട് വലിയ കാര്യമായിട്ട് എന്നെ കാണുന്നില്ല. എന്നെ കാണുന്നത് ഒരു നടനായിട്ട് തന്നെ. ഞാൻ ചെയ്ത സിനിമകൾ തന്നെയാണ് എന്നെ ഇതൊക്കെ എത്തുന്നത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ നടനായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പല ആവർത്തി കേട്ട ഒരു പേരുകളാണ് മോഹൻലാൽ, രജനീകാന്ത്, കമൽഹാസൻ, ഈ മൂന്ന് പേരുടെയും പേരുകൾ ആവർത്തിച്ച്. സാർ ആ സമയത്ത് ഒരുപാട് സിനിമ മമ്മൂക്കയുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? മമ്മൂട്ടി ഒരു വലിയ ഏട്ടനെ പോലെയാണ്. അത് ജോൺ ജാഫർ ജനാർദ്ദൻ തൊട്ട് പുള്ളി എഴുന്നില്ല മൂത്തയേട്ടെ. ഞങ്ങൾ 3 പ്രദേശം. അപ്പം മമ്മൂട്ടി, രതീഷ്, ഞാൻ അങ്ങനെ 3 പേരുണ്ടായിരുന്നു. അങ്ങനെ എഴുന്നപ്പോൾ പുള്ളി സ്വയം അങ്ങ് അവരോധിച്ചു. ഞങ്ങൾ ചെറുപ്പമല്ല. അപ്പോൾ പുള്ളി പിന്നെ ഒരു മാരീഡ് മാൻ, ഭയങ്കര മെച്ചുവേർഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ കുട്ടിക്കളിയിലേക്കാളും കൂടുതൽ എന്നെക്കാളും കുറച്ചും കൂടി മെച്ചുവേർഡ് രതീഷ് എൻ്റെ ഇതിനകത്ത്. അങ്ങനെ ഞാൻ അത് ഒട്ടും വന്ന് മെച്ചുവേർഡല്ലാത്ത, അഫ്കോഴ്സ് ഞാൻ അങ്ങനെ അത്രയ്ക്ക് വലിയ മെച്ചുവേർഡൊന്നും ആയിരുന്നില്ല. ഞാൻ ഇന്നും ആണെന്ന് അവകാശപ്പെടുന്നില്ല, അത് ഞാൻ പറയാം, അങ്ങനെയല്ല. മമ്മൂട്ടി ഇപ്പോഴും ആ രീതിയിൽ എന്നെ കാണുന്നത്. മൊത്തം വന്ന് ഒരു കൊച്ചുകുട്ടിക്കളിയുടെ രീതിയിൽ. കാരണം ഞാൻ ചെയ്യുന്നത് എന്നെ ഇങ്ങനെ ഒരു പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന അറിയാം. ദർ ഇസ് എ കയസ്, ദർ ഇസ് എൻ ഇൻകൺസിസ്റ്റൻസി നിങ്ങൾക്ക്. ഞാനൊരു ഫീൽഡിലല്ലോ നിന്നേനെ. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. എൻ്റെ എല്ലാം ഇൻ്റർ റിലേറ്റഡാണ്. ദ ഓർഡർ ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പൂക്കട. മനസ്സിലായോ? ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ ഫോളോ. സ്ട്രക്ചേഴ്സിൻ്റെ അതിനകത്ത് ദ ഓർഡർ ഔട്ട് ഓഫ് ഓർഡർ ലൈക്ക് നോ. സോ ബേസിക്കലി ഞാൻ എൻ്റെ അതിനകത്ത് ഇത് യു മേ ഫീൽ ദാറ്റ് ഒരു ഒറ്റ ഫീൽഡിലല്ലല്ലോ നിന്നേക്കണേ. പക്ഷേ എൻ്റെ എല്ലാ ഫീൽഡിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർ റിലേറ്റഡ് എല്ലാം കണക്കിടും. ഞാൻ അതുകൊണ്ട് ഇതിനെ അനലൈസ് ചെയ്ത് പറഞ്ഞത്, പുതിയ ഇതിനു മുമ്പ് ചെയ്ത് നിങ്ങൾ അത് വേറെ ഷോർട്ട് ഫിലിം ചെയ്ത് ഇപ്പോൾ നിങ്ങൾ സിനിമ എടുക്കണം എന്ന് പറയാം. അതല്ല ഞാൻ ചെയ്യണേ. എപ്പോഴും ഞാൻ ഇതിനെ മെറ്റമോർഫോസ് ചെയ്യും ഇതേ സംഭവത്തിൽ തന്നെ. നിങ്ങൾ എൻ്റെ എന്ത് നോക്കിയാലും അത് കാണാൻ സാധിക്കും. ഞാൻ അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പരിചിതമായ ഒരു ലോകം അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിനകത്ത് എപ്പോഴും ഒരു 70% എനിക്ക് പരിചിതമായ ലോകവും 30% എനിക്ക് പരിചിതം അല്ലാത്തൊരു സാധനം ഞാൻ വയ്ക്കണം. അപ്പോൾ അത് പരിചിതമായി. അടുത്ത ഞാൻ പോകുമ്പോൾ ഈ 30 എനിക്കിവിടെ പരിചിതമായി കഴിഞ്ഞു. ഇതിനെ ഞാൻ 70% അവിടെ വെച്ചിട്ടാണ് ഞാൻ അടുത്തതിലേക്ക് ഞാൻ ഡിസൈൻ ചെയ്യുക. അങ്ങനെ ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് തോന്നാം എങ്ങനെ ഇത് നോൺ ആൽക്കഹോളിക് പരിപാടി എങ്ങനെ ആസൂത്രണം ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കാം. ആ പേര് മാത്രമേ ഉള്ളൂ. ബാക്കി കിടന്ന് 5 DJs വന്നു, മ്യൂസിക്കുകാർ വന്നു, മറ്റേ മ്യൂസിക്കൽ ഗ്രൂപ്പ് വന്നു, ഡാൻസ് വന്നു. എത്ര പേര് പങ്കെടുത്തേ? 5 DJs ഇവിടെ ഉണ്ടായിരുന്ന അന്ന് 5 DJs ഫ്രീ ആയിട്ട് വന്ന് വർക്ക് ചെയ്തു. മൊത്തം എത്ര പേര് സാർ? 5000 പേരോ?
10,000 പേരുണ്ട്. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം, അയച്ചു തരാം. ദബഹർ ഗ്രൗണ്ട് ഭയങ്കര ഫില്ലായിരുന്നു 2015 ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ അതിന് ചുറ്റുള്ള ആൾക്കാരോട് ചോദിച്ചു, ഞാൻ അയച്ചു തരാം, അതിൻ്റെ വീഡിയോ ഉണ്ട്, അറിയോ? സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. ചിലപ്പോൾ ഈ ഫാമിലി സ്റ്റോറീസ് എന്ന് തന്നെ ഞാൻ സാറിൻ്റെ ഫാമിലിയെ പറ്റി ചോദിക്കേണ്ടതായിട്ടുണ്ട്. 3 മക്കളാണ്. അവർ സിനിമയിലേക്ക് എന്താണ് താല്പര്യങ്ങൾ മക്കൾക്ക്? എൻ്റെ മോന് ഇടുക്കി കൊണ്ട് അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പകാലം. അവനിത് പിന്നെ അവൻ അഡ്വക്കേറ്റായിട്ട് പോയി. അവൻ രണ്ടാമത്തെ അവന് ചെറിയ റോൾ ചെയ്തത്, അവൻ അസിസ്റ്റൻ്റായിട്ട് അന്ന് കയറി. ആക്ച്വലി ഇടുക്കി ഗോൾഡ് എൻ്റെ ഒരു ഫാമിലി സ്റ്റോറി എന്ന് പറയാം. ഞങ്ങൾ 3 പേരുണ്ട്. എൻ്റെ 2 മക്കളും ഞാനും ഉണ്ടായിരുന്നു ആ പടത്തിൽ. അതിൽ ഒരുത്തൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട്, ഒരുത്തൻ അഭിനയിക്കാനും. മറ്റേ പ്രതാപോത്തൻ്റെ ചെറുപ്പത്തിൽ അതിൽ അസിസ്റ്റൻ്റ് ആയിരിക്കുന്നവനാണ് ഇപ്പോൾ ചീഫ് അസോസിയേറ്റ് മറ്റേ ആഷിക്കിൻ്റെ റൈറ്റ് ഹാൻഡ്. അവന് ഇപ്പോൾ റൈഫിൾ ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു, ബിപിൻ രവീന്ദ്രൻ. ഉടനെ പ്രതീക്ഷിക്കാം. അത് അവൻ്റെ ഇഷ്ടമാണ്. ഞാൻ മൂത്താള് പിന്നെ അല്ല, രണ്ടാമത്തെ ഇളയവനായിരുന്നു അഭിനയിച്ചത്. അവൻ അപ്പം തന്നെ അവൻ സയൻസ് ഗ്രൂപ്പിൽ നിന്നും ചാടി അവൻ ലോയിലേക്ക് പോയി. എനിക്കറിയില്ല. അവനിപ്പോൾ ഒരു ബെക്കട്ടി എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൻ അതിനകത്ത് ഉള്ള ഒരു മോള് അവള് MRCP ഗൈനക്കോളജിസ്റ്റായിട്ട് അവൾ അയർലൻഡിലാണ്. അവൾ മെഡിക്കൽ ഫീൽഡ്, എൻ്റെ മദറിനെ പോലെ തന്നെ അവൾ മെഡിക്കൽ ഫീൽഡിലാണ് അവൾക്ക് താല്പര്യം. അത് പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വന്നിട്ട് ഓരോ കാര്യങ്ങൾ എല്ലാവരും അവരവരുടെ രീതിയിലേക്ക് പഠിക്കാനും കാര്യങ്ങളുണ്ടായിട്ട് ഇവന് ഒരാൾ സിനിമയിലുണ്ട്. അവൻ സിനിമയിൽ വന്നിട്ടുള്ള ടെക്നിക്കൽ ഡിവിഷനിലാണ് അവൻ നിൽക്കുന്നത്. സാറിൻ്റെ സിനിമകളുടെ ചേച്ചി അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ ഒരു എൻ്റെ വൈഫ് സിനിമ കാണാറില്ല. എന്താണ് ചേച്ചിയുടെ പ്രൊഫഷൻ? ചേച്ചിയുടെ പ്രൊഫഷൻ എന്താണ്? പുള്ളി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. വൈഫ് ഇപ്പോൾ എൻ്റെ മക്കളെ നോക്കുക. സിനിമകൾ അങ്ങനെ കാണാറില്ലാത്ത ആളാണ്. സിനിമ ഒന്നും സിനിമ വലിയ അങ്ങനത്തെ ഒരു ലൈക്ക് അങ്ങനെ ആകെ കണ്ടേക്കണ ഈ ഇടുക്കി കൊണ്ട് അവളെ എൻ്റെ മോൻ അഭിനയിച്ചുകൊണ്ട് അല്ലാതെ ഞാൻ അഭിനയിച്ചുകൊണ്ടൊന്നും കാണാൻ പോയി. ഞാൻ അങ്ങനെ സിനിമയെക്കുറിച്ചൊരു വലിയ ധാരണയില്ല. ഞങ്ങളുടെ വീട്ടിലങ്ങനെ സീരിയൽ കാണലൊന്നുമില്ല. സിനിമ ചർച്ച ആവാറില്ല. സിനിമ ഞാൻ പഠിക്കുക, അവനവൻ്റെ കാര്യങ്ങളൊക്കെ. ഷീ മാനേജസ് ദ ഹൗസ്. ഷീസ് MCom. സോ ഞങ്ങളുടെ കമ്പനി ഉണ്ടായിരുന്നപ്പോഴും അതിനകത്ത് കാര്യങ്ങൾ കണക്കൊക്കെ നോക്കിയിരുന്നു. ഞങ്ങൾ ഫുൾ ഫാമിലി മാനേജ് ചെയ്യുന്നത് അവളാണ്. അപ്പോൾ ഷീ മാനേജസ് ദ ഹോൾ ഫാമിലി. ഞാൻ ഒരു കാര്യത്തിനകത്ത് ഇടപെട്ടിട്ടില്ല. ഞാൻ ഭയങ്കര ഫ്രീ എനിക്ക് തന്നേക്കണേ. ഞാൻ എൻ്റെ സ്കൂളിലെ പിള്ളേരുടെ ഒരു ആവശ്യത്തിനും ഒരു പാരന്റ് മീറ്റിങ്ങിനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല. വീട്ടിൽ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഷീ മാനേജേഴ്സ് എവറിത്തിങ് ദർ ഷുഡ് ബി എ മാനേജർ എന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. മക്കളുടെ കാര്യങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോകണം, എവിടെ എത്തിക്കണം, എല്ലാ കാര്യങ്ങളും അതിന് എല്ലാ കാര്യവും ഷീ ടേക്സ് കെയർ ഓഫ് ഇറ്റ്. എന്നെ വരെ ഷീ ടേക്സ് കെയർ ഓഫ് ഇറ്റ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് ശരിക്കും. പുള്ളിക്കാരത്തി ഇല്ലെങ്കിലും മൊത്തം പ്രശ്നമാണ്. മൊത്തം പ്രോബ്ലമാണ്. അതിവിടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കാണിക്കുകയും ചെയ്യും. ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. എനിക്കിവിടെ അങ്ങനെ ഞങ്ങൾ പണ്ട് തൊട്ട് വന്നിട്ട് എല്ലാ എൻ്റെ പാൻസ് അയക്കുന്നത്, ഷൂസ് അയക്കുന്നത് എല്ലാം വിളിക്കരുത്. അങ്ങനെ ഒരു വേറൊരു രീതിയിൽ അങ്ങനെ സന്തോഷിച്ച് ജീവിക്കുന്നവരാണ്. അത് നമ്മുടേതായ ഒരു പ്രൈവസി. അത് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയണ്ട. അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ എങ്ങനെ മക്കളും അമ്മയും ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തിന് തനിച്ചായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഒന്നും ഞാൻ അതിന് എൻ്റെ സ്റ്റഡീസിന് എനിക്ക് സമയം തരും. എന്നെ അറിയാം, ബേസിക്കലി എന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രീഡവും തരും. എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ചട്ടി തൊല്ലിയ മുട്ടോളം, ചെമ്മീൻ തൊല്ലിയ മുട്ടോളം അല്ല ചട്ടിയോളൊന്നും അറിയാവുന്നതുണ്ട്. നമുക്ക് എല്ലാ ഫ്രീഡവും തരും. അപ്പോൾ എവറിത്തിങ് ഷീ കൺട്രോൾസ് ഇറ്റ് ആക്ച്വലി ഇൻഡയറക്ട്ലി മാനേജസ് ഇറ്റ് എവറി മാറ്റർ. സോ അതിനൊരാൾ ആവശ്യമാണ്. ആക്ച്വലി അതാണ് ബേസിക്കലി ഒരു കുടുംബത്തിൻ്റെ ഭദ്രത. ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കണം. എന്നെക്കൊണ്ട് എല്ലാം കൂടി ഏറ്റെടുക്കാൻ അറിയില്ല. ഞാൻ എപ്പോഴും ഒരു ലൈക്ക് I'm a dreamer. ബേസിക്കലി ഒറ്റ വാക്കിൽ ഞാൻ ആരാന്ന് വെച്ചാൽ I'm a dreamer. പക്ഷെ അതുകൊണ്ടാണ് ഇത്ര അച്ചീവ്മെന്റ്സ് കിട്ടാനുള്ള റീസൺ. നമ്മൾ സ്വപ്നം കാണാന്നുള്ളതാണല്ലോ ഏറ്റവും. യെസ്, ഞാൻ എ ഡ്രീമർ.
ഞാൻ എപ്പോഴും ഭയങ്കര ഭാവനയിലൂടെ ജീവിക്കുന്ന ഒരുത്തനാണ്. ഞാൻ ഭാവന കണ്ടുകൊണ്ട് നടക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും ഡിസൈൻ ചെയ്യുക, ഞാൻ ഓരോ കാര്യങ്ങളെ വന്നിട്ടുള്ളതിനകത്ത് ഒരു വർക്കിനെ കാണാൻ നേരത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിനെ കണ്ടാൽ ഞാൻ ആ ബിൽഡിങ്ങിനെ റീവർക്ക് ചെയ്യുക, എൻ്റെ മനസ്സിൽ ചുമ്മാ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചുമ്മാ എൻ്റെ ഒരു എക്സസൈസാണത്. അതേപോലെ ഞാൻ എല്ലാ കാര്യവും ഒരു സിനിമ കാണാൻ നേരത്ത് അത് ഇങ്ങനെ എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നാലോചിക്കുക. ബേസിക്കലി ഐ ഡ്രീം ആക്ച്വലി. ആ ഡ്രീം ഉണ്ടാവുന്നത് കൊണ്ടാണ് എനിക്ക് ഇതുപോലത്തെ ഭാവനയിലേക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാവുന്നത്. ഞാൻ ഇതിനകത്ത് കാണുന്ന ചെയ്യുന്നത് എനിക്ക് ഒരു ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് കിട്ടി. എപ്പോഴും എനിക്ക് അതിനെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചിമട്ടൊക്കെ ചെയ്യാൻ പറ്റിയതിന് എല്ലാത്തിനെയും എന്നിലൊരു ബിലീഫ് മോഹൻലാൽ തരുന്നുണ്ടാണ്. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി സപ്പോർട്ടാണ്. അത് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. ശരിക്കും ലാൽ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഞാനീ പറയുന്ന ഒന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. ഞാൻ അതൊന്നും സാധ്യമല്ല. ഞാനിത് ചുമ്മാ പറയല്ല, എനിക്കറിയാം. ഞാൻ പുള്ളിയോട് പറയാറുണ്ട്, ഭയങ്കര രാശിയാണ് ഞങ്ങൾ ചെയ്യുന്ന എല്ലാം സക്സസ് ആയിട്ടുണ്ട്. അത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഞാനൊരു ഐഡിയ ഇട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ UAE നാഷണൽ ഡേ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്, ഭയങ്കര സക്സസ് ആക്കിയിട്ടുണ്ട്. 200 ബൈക്ക് റാലി പാലക്കാട്. UAE നാഷണൽ ഡേ ഇവിടെ ചെയ്ത് നമ്മൾ വന്നിട്ട് ഷെയ്ഖ് സായിദിനെ കുറിച്ചിട്ട് ഒരു 8 മിനിറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ ചോട്ടെ, സാറും ലാലേട്ടനുമായിട്ടുള്ള ഈ ബോണ്ടിങ് കെമിസ്ട്രി ഇത്രയും വരാനുള്ള റീസൺ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? എന്നെ അദ്ദേഹം മനസ്സിലാക്കി. എൻ്റെ അക്കാഡമിക്കലായിട്ട് നിൽക്കുന്നതിന് പുള്ളിക്ക് നന്നായിട്ട് സ്നേഹമുണ്ട്, അതിനകത്തുണ്ട്. പുള്ളി എല്ലാവരെയും അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നിലുള്ള ഈ ഒരു അക്കാഡമിക്കൽ ടാലൻറ്റ് പുള്ളിക്ക് തിരിച്ചറിഞ്ഞു. പുള്ളി അത് എല്ലായിടത്തും പറയും. നിൻ്റെ സിനിമയുടെ ഒരു ഫെസ്റ്റിവൽ നമുക്കിവിടെ ചെയ്യാമല്ലോ എന്നൊക്കെ പുള്ളി അപ്പം പറയും. അങ്ങനെ പുള്ളിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാമോ, പുള്ളിയുടെ കയ്യിലേക്ക് എന്തോരം പെയിൻറ്റിങ്ങാണ് മേടിച്ചു കൂട്ടിയെന്നറിയാമോ? ഇത് നമ്പൂരിയുടെ വരെ കേട്ടിട്ടുണ്ട്. ഭയങ്കര. ഇപ്പോൾ ഒരു മ്യൂസിയം ചെയ്യണമെന്ന് പറഞ്ഞിരിപ്പുണ്ട് ശരിക്കും. കാരണം ഇതെല്ലാം എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളുള്ളൊരു മനുഷ്യനാണ്. സിനിമ പൈസ സമ്പാദിക്കണം എന്നല്ല, പുള്ളി ചെയ്യുന്നതിനകത്ത് പുള്ളിയെ സംബന്ധിച്ചോളം വേറെ ആൾക്കാരെ നോക്കുക, അതിനെക്കുറിച്ച് പുള്ളി ബോധേഡല്ല. പുള്ളിക്ക് ഇങ്ങനെ ലൈഫിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് ആഗ്രഹങ്ങൾ ഐ തിങ്ക് എന്നെക്കാളും വലിയൊരു ഡ്രീമറായിട്ടാണ് ഞാൻ പുള്ളിയെ കാണുന്നത് ശരിക്കും. അതായിരിക്കും ഞങ്ങൾ തമ്മിൽ യോജിക്കാനുള്ള കാര്യം. മേ ബി കാരണം എല്ലാത്തിനും പുള്ളി നാടകം ചെയ്ത് നോക്കുന്നുണ്ട്. പുള്ളിയുടെ സമയമാണ് പ്രശ്നം. കാരണം ബിക്കോസ് ഈ ബിക്കേം എ സൂപ്പർ സ്റ്റാർ. എനിക്ക് ഒരുപാട് ഫ്രീ ടൈമുണ്ട്. ഞാൻ വലിച്ചെടുത്തു ആദ്യമേ തന്നെ. ഇല്ല, ഞാനൊരു സിനിമ എന്ന് പറയുന്ന ഒരു അഭിനേതാവായിട്ട് അതിനെ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇവർക്ക് ആർക്കും ആഗ്രഹമില്ലാണ്ടല്ല, അപ്പം സമയം ഉണ്ടാവില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ വന്നിട്ട് പിൻവലിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത എന്താ? നിങ്ങളുടെ സിറ്റുവേഷൻസാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാണ്. ഒരുപാട് പേര് സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഫാമിലി കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പറ്റില്ല. എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ അത് ശരിയല്ല. സിറ്റുവേഷൻ ഒരിക്കലും ശരിയാവില്ല. ഞാൻ ഇന്ന് എല്ലാവരും കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് പറയാനുള്ളത് അതെന്നറിയാം. പലരും വന്നിട്ടുള്ളത് അവർക്ക് തടസ്സമായി നിൽക്കുന്ന അവരുടെ സിറ്റുവേഷനാണെന്ന് അവർ പറയും. ഭയങ്കര ആഗ്രഹമുണ്ട്. അവരുടെ ആഗ്രഹങ്ങളെ മുഴുവനും മാറ്റി വെച്ചിട്ട് ഈ സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്യുക. അതിനവർ ന്യായം കണ്ടെത്തുകയും ചെയ്യും. ആ ന്യായം നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. എന്നെക്കൊണ്ട് ഒരിക്കലും പറയില്ല. പക്ഷേ ആ റിസ്ക് എടുക്കാൻ പറ്റണം. എങ്കിലേ യു ക്യാൻ അച്ചീവ് യുവർ ഡ്രീം. അറിയാമോ? നിങ്ങൾ ആ റിസ്ക് എടുക്കുക. നിങ്ങൾ ചേസ് യുവർ ഡ്രീം. നിങ്ങൾ അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ആഗ്രഹങ്ങളെ എന്നുകൊണ്ട് എനിക്കറിയാം, സിനിമയിലേക്ക് വരാനായിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരുടെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവരെ അതിനെ അനുവദിക്കുന്നില്ല. കഴിവുണ്ട് അവർക്ക് കോണ്ടാക്ട്, പക്ഷേ അവർക്ക് പല കാര്യങ്ങളിൽ നിന്ന് വിട്ടു മാറി നിൽക്കാൻ അവർക്ക് പറ്റണില്ല. അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റണില്ല. അതുകൊണ്ട് അവരത് പറയുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെന്നറിയാം, നിങ്ങൾക്കില്ലേ? പക്ഷേ നിങ്ങളെന്താ അതിനെ ബ്ലെയിം ചെയ്യണ? സാഹചര്യം എന്ന് പറയും. ഇറ്റ്സ് എ മിത്ത്. നമ്മളുണ്ടാക്കുന്നതാണ് സാഹചര്യം. നമ്മൾ അന്വേഷിക്കും. ഇപ്പം ഞാനൊരു പുസ്തകം അന്വേഷിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് വിടും. അങ്ങനെയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ അതിനെപ്പറ്റി വായിച്ച് മറിഞ്ഞപ്പോൾ ശേഷം ഇതൊക്കെ മുമ്പിൽ ഉണ്ടാവും. നമ്മൾ എക്സൈറ്റഡ് ആവും. അതങ്ങനെയാണ് സംഭവിക്കുകയുള്ളൂ ഈ ലോകത്ത്.
നിങ്ങൾ ഹാർഡായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾ സാഹചര്യം പറയുമ്പോൾ നിങ്ങളുടെ എല്ലാം ബ്രെയിൻ നിങ്ങളെ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നിങ്ങളൊരു ബെഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇന്നത് ചെയ്തില്ലെങ്കിൽ അവിടെ പ്രശ്നം, ഇന്നത് ചെയ്തില്ലെങ്കിൽ യു ഷുഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദാറ്റ്. യു ഷുഡ് ഫൈൻഡ് എ ടൈം മാനേജ്മെൻറ്റ്. അല്ലാതെ ഒറ്റയടിക്ക് സാഹചര്യമാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ക്ലിങ് ചെയ്തിട്ട് നിങ്ങൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് സാറേ സിനിമയിൽ അഭിനയിക്കണമെന്ന്, എനിക്ക് അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യം ടേക്ക് റിസ്ക്. നിങ്ങളത് ചെയ്യില്ല. ഞാൻ ആ റിസ്ക് എടുക്കും. നിങ്ങൾ ആലോചിക്കുക, പപ്പട സംഭവം ഞാൻ സിനിമയിൽ നിൽക്കുകയാണ്, എൻ്റെ ആഗ്രഹം മറ്റു കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഒരിക്കലും ചെയ്യില്ല. വലിയ റിസ്ക് എടുക്കാനുള്ള ധൈര്യം അതുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടായോ? ഇല്ല. പിന്നെ ഞാൻ അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ മാക്സിമം എത്ര എത്തും? ഒരു ക്യാരക്ടർ ആക്ടിവിസ്റ്റായിട്ട് നിൽക്കും. അല്ല പഴയ പോലെ എത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ ചെയ്ത ഒരു കാര്യങ്ങൾ ചെയ്ത ഒരു ആക്ടറെ നിങ്ങൾ ഇന്ത്യയിൽ കാണിച്ചു തരാം. ഒരു ഫെസ്റ്റിവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടാവും, ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഇല്ല. അപ്പോൾ പിന്നെന്താ, ഞാൻ എൻ്റേതായ ഒരു കാറ്റഗറി ഉണ്ടാക്കിയില്ലേ? ടു ഗെയിൻ സംതിങ്, ഐ ഹാവ് ടു ലൂസ് സംതിങ്. നിങ്ങൾ എന്നെ കാണുന്ന ഒരു നടനായിട്ട് മാത്രം. ഞാൻ നടൻ്റെ ഒരു പേര് എനിക്ക് നല്ലതാണ് എന്നെ സെല്ല് ചെയ്യാൻ, എവിടെ കയറി ചെല്ലാനും. ഒരു ചായ കുടിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് എന്നെ വെയിറ്റർ നന്നായിട്ട് പെരുമാറും. ഞാൻ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ അവൻ ഇരിക്കുകൊണ്ട് ഫാനായിരിക്കും. അവനവിടെ തന്നെ സാറേ ഇരിക്കുന്നു കാണിച്ച് നമ്മുടെ സാധനത്തിനൊക്കെ ഭയങ്കര ഇതായിട്ട് വരും. എനിക്ക് എന്തോരം ഗുണമുണ്ടായിട്ടുണ്ട്. ഞാൻ ടാറ്റയുടെയും ബിർളയുടെയൊക്കെ കമ്പനികളിൽ മറ്റേ പാർട്ടിയുണ്ട്. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലാണല്ലോ നമ്മൾ ഈ പ്രോഗ്രാമുകളെല്ലാം ചെയ്യണത്. അത് ഈ ഇന്ത്യയുടെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെയൊക്കെ വന്നിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ ഉണ്ടാവും, തമിഴ്നാട് മലയാളിയാണ് FM-ൽ. അപ്പോൾ അവർ വന്ന് സാർ ഹൗ ആർ യു ഹിയർ യെസ്. അപ്പോൾ ഈ ടാറ്റയുടെ എന്നെ ഇരിക്കുന്ന മാനേജർ യു ആർ വെരി ഫേമസ് ഈസ് നോൺ. അപ്പോൾ ഞാൻ പറയും നമ്മുടെ ആൾക്കാരാണ് ഇവർ, ടാറ്റയുടെ ആൾക്കാരാണ്, സോ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഉടനെ അവൻ പോയിട്ട് ടേബിൾ അവിടെ ഉണ്ടാക്കുവാണ്. ഞാൻ അന്ന് അവിടെ വെക്കുന്ന പ്രപ്പോസൽ അവിടെ സക്സസ്സാണ്. ഞാൻ ആ പ്രിവിലേജ് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവനാണ്. ഞാനൊരു നടനായത് എൻ്റെ എല്ലാ കാര്യത്തിനകത്ത് ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ അഭിനയിച്ചതിൻ്റെ ആദ്യത്തെ ഹിറ്റാക്കി തന്നതും എന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ടൊക്കെ ശ്രമിച്ചതൊക്കെ ഒരു നിമിത്തങ്ങളാണ്. അതല്ലെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ ഈ ഒരു പ്രോജക്റ്റിനെ ലോഞ്ച് ചെയ്തപ്പോൾ ഞാനൊരു നടനായതാണ് നിങ്ങൾ വന്നത് അല്ലേ? ഈവൺ ഒരു ടെക്നീഷ്യനായിരുന്നെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് തരില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാനതിനെ മനസ്സിലാക്കണം ശരിക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇടയ്ക്ക് മോഹം കാണിച്ച് അവിടെ തുള്ളി കാണിച്ച് മറക്കാതിരിക്കുക എന്നുള്ളൊരു അഭ്യാസം ഞാൻ ചെയ്യണേ. പറ്റിയ ഇനി ഞാൻ അഭിനയിക്കും. പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെ മെയിൻ പ്രൊഫഷൻ അതാണ് ഞാൻ വയ്ക്കും. പക്ഷെ അതിനെല്ലാം സമയം ചെലവഴിക്കുക. ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുകയാണ്. ശരിക്കും ഞാൻ നടന്ന പ്രിവിലേജ് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ നടന്മാരായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട് മോഹൻലാൽ. ഇതിനെ പ്രിവിലേജ് ഉള്ളൂ. ഇതാണ് നമ്മുടെ ലോകം. യെസ് അല്ലേ? നമ്മുടെ കാര്യങ്ങൾക്ക് അതാണ്. ലാലിന് അതിനകത്ത് ഏറ്റവും ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ ലാലിന് ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ചെയ്തെടുക്കാൻ ഒരുത്തന്നെ ഇവിടെയുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ ചോദിച്ചല്ലോ, അതാണ്. പുള്ളിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുത്തനുണ്ട്. അതിന് ആത്മാർത്ഥമായിട്ട് എനിക്ക് പുള്ളി പറഞ്ഞു ചെയ്യുന്നതല്ല, അതേ ആഗ്രഹത്തോട് നിൽക്കുന്ന ഒരുത്തനുണ്ട് ഇവിടെ. ഇത് തന്നെയാണ് പുള്ളിയുടെ. ഞാൻ ഷോർട്ട് ഫിലിമിനായിട്ട് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് മോഹൻലാൽ പറഞ്ഞതാ, എനിക്ക് ഈ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാൾ മുമ്പ് സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു ചാനലിനോട്. ഇതേ ഐഡിയ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. എൻ്റെ അടുത്ത് ലാൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് സാർ ചെല്ലുന്നത്. അതാണ് കെമിസ്ട്രി. അതാണ് അതിൻ്റെ അത്രേ ഉള്ളൂ. സിമ്പിൾ തിങ്. ഈ പ്രോജക്റ്റ് പുള്ളിയുടെ മനസ്സിലുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് വേണ്ടി. പുള്ളി അതിനു വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അമ്മയുടെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോഴാണ് ഈ പ്രോജക്റ്റ്. സോ ഇത് അവതരിപ്പിച്ചത് മോഹൻലാലാണത്. അമ്മത് ലാലിൻ്റെ മനസ്സിലുള്ളതാണ് ഞാനീ ചെയ്യുന്നത്. അമേരിക്കൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ലാൽ അത്രയ്ക്ക് അധികം വന്ന് അതിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൊണ്ട്
മോഹൻലാൽ അത്രയ്ക്കധികം അമ്മയുടെ മെമ്പേഴ്സിൻ്റെ നന്മയ്ക്കായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ 2004 കണ്ടിട്ടുണ്ട്. ഇത് തുടക്കം തൊട്ട് തന്നെ ലാൽ പുറകെ നിൽക്കും. തുടക്കത്തിൽ ഉണ്ടാക്കിയതൊക്കെ ആരൊക്കെ ഉണ്ടാക്കിയാലും ഒക്കെ സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ പോലും പുള്ളിയെ അതിനകത്ത് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം തുടർച്ചയായിട്ട് അതിൻ്റെ ആത്മാർത്ഥമായിട്ട് അതിനോട് നിന്നേക്കണം ഈ 30 വർഷത്തോളം. ഇന്നും അതിനകത്തേക്ക് പുള്ളി പിടിച്ചു നിൽക്കുന്നത്, ശരിക്കും നിൽക്കുന്നത് അമ്മയുടെ ഉള്ള ആക്ടേഴ്സിന് ആ പറയുന്ന മെമ്പേഴ്സിന് ഗുണമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആരൊക്കെയോ ചെയ്തിരിക്കുന്നതിന് വരെയും പുള്ളി ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ശരിക്കും. അപ്പം നമ്മൾ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രോജക്റ്റ് അങ്ങയുടെ മനസ്സിനകത്തുണ്ടായിരുന്നത് തന്നെയാണെന്ന് ഞാൻ പറയാം. അല്ലാതെ നമ്മൾ പോയി പറയേണ്ട ഒരു ആവശ്യമല്ല. നമ്മളൊക്കെ ഒരു നിമിത്തമായിട്ട് എല്ലാവരും മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കിട്ടാവുന്ന ഒരു പ്രോജക്റ്റിലേക്കാണ് മോഹൻലാലിൻ്റെ കാര്യത്തിനകത്തേക്ക് വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതിനകത്തേക്കാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. നിങ്ങൾ അതിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു വേറെ എന്താണ് നിങ്ങൾ അതിനുള്ളിൽ വേറൊരു സംഭവമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അല്ലാതെ രവീന്ദ്രൻ എൻ്റെ ഒരു സുഹൃത്താണ് ഒന്നുമല്ല. അതൊക്കെ വേറെ കാര്യം. സാർ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരുപാട് ചോദിക്കുകയാണ്. സമയത്തിന്റെ ഒരു നിങ്ങൾ എന്നെ വേറെ ഇതിലേക്ക് പോകണ്ട, ഇതിനെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഇനി ഒരു ഇന്റർവ്യൂ കൂടി ഇരിക്കണം എപ്പോഴെങ്കിലും. സാർ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. എനിക്ക് ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയുള്ള ഒരു കാലഘട്ടം എൻ്റെ വേറൊരു ജീവിതമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്നത് വരെയുള്ള എൻ്റെ ജീവിത രീതി വേറൊന്നാണ്. അത് അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം പപ്പയുടെ സ്വന്തം അപ്പൂസ് ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ കാലഘട്ടം വേറൊരു രീതിയിലാണ്. പപ്പൂസ് നിർത്തിയതിന് ശേഷം ഞാൻ വന്നിട്ട് ഫെസ്റ്റിവൽ തുടങ്ങുന്നത് വരെയുള്ള എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വേറൊരു ലൈഫാണ്. കൺസ്ട്രക്ഷനും മറ്റുള്ള കാര്യങ്ങൾ. ഈ ഫെസ്റ്റിവൽ തുടങ്ങി 2005 ശേഷമുള്ള എൻ്റെ ഇതുവരെയുള്ള യാത്ര വേറൊരു ഘട്ടമാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ എപ്പോഴും ഇരിക്കും. അല്ല, നിങ്ങൾ ഇതെല്ലാം കയറിയിട്ട് അതിനുള്ളിലേക്ക് വന്നിട്ട് കലത്തി കഴിഞ്ഞാണെന്ന് അറിയാം എൻ്റെ ഫോക്കസ് പോയി പോവാ. ഞാൻ അതിനെയാണ് പേടിക്കണത്. ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ പതുക്കെ തെന്നി പറഞ്ഞത്. എന്നാലും നിങ്ങൾക്ക് പുട്ടിൻ്റെ പീര പോലെ ഞാനത് ഇട്ട് തരികയാണ്. നിങ്ങൾക്ക് ചെറിയ സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ അങ്ങനെ നിങ്ങളെ വന്നിട്ട് നിരാശപ്പെടുത്തരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ചെറിയ പുട്ടിൻ്റെ പീരകൾ ഞാൻ ഉണ്ടാക്കിയാൽ ഞാൻ എൻ്റെ മെയിൻ ത്രെഡിൽ തന്നെ ഞാൻ നിൽക്കുകയും അതിലൂടെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയാവുന്ന നിങ്ങൾക്ക് ഞാൻ എൻ്റെ ആർട്ടിസ്റ്റ് ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു. എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെ പ്രേക്ഷകരുടെയും അതുപോലെ ഇത് കാണുന്ന യൂട്യൂബേഴ്സിൻ്റെയും എല്ലാവരുടെയും നല്ല സഹകരണം നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ആവശ്യമാണ്. താങ്ക് യു.